വണ്ടർസ്കേപ്സിൻ്റെ ഐൽ ഓഫ് വൈറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. അപ്പോൾ ഞങ്ങളുടെ ഐൽ ഓഫ് വൈറ്റ് യാത്രയുടെ ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ എയർബിഎൻബിയുടെ അവിടുന്ന് നീഡിൽസ് എന്ന് പറഞ്ഞ് ഐൽ ഓഫ് വൈറ്റിലെ ഏറ്റവും നമ്പർ 1 അട്രാക്ഷനായ സ്ഥലത്തേക്കാണ് പോണത്. ഞങ്ങൾ എയർബിഎൻബിന്ന് ഏകദേശം 23 മൈലാണ് കാണിച്ചത്. ഞങ്ങൾ ഈസ്റ്റ് ഭാഗത്താണ് ഈ ഐലൻഡിൻ്റെ താമസിച്ചത്. ഈ നീഡിൽസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ മാക്സിമം ഡ്രൈവാണെന്ന് വേണമെങ്കിൽ പറയാം. 23 മൈൽ ഈ ഒരു ഐലൻഡിൽ ഏകദേശം 35-40 മിനിറ്റാണ് സാറ്റ്നാവ് കാണിച്ചത്. അപ്പോൾ ആ ഒരു ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം വന്നപ്പോൾ, വ്യൂ പോയിന്റ് വന്നപ്പോൾ ഞങ്ങളൊന്ന് ഇവിടെ നിർത്തി സ്ഥലമൊക്കെ ഒന്ന് കണ്ടു. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നീഡിൽസിലെ കാഴ്ചകളൊക്കെ ഈ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് വെച്ചാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നീഡിൽസ് കാണാൻ പോവല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ നീഡിൽസ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ഹ്യൂജ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിന് ആക്ച്വലി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ട്, കാരണം നല്ല റഷ് ഉണ്ടെന്ന്. കാറ് പാർക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നു. ഇവിടെ ഒരു വിസിറ്റർ സെൻറ്റർ ഉണ്ട്, കുറേ അമ്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഉണ്ട്, ഗെയിംസ്, കുറേ ഭയങ്കര ഒരു ഹാപ്പനിങ് ഏരിയ ആണ്. പക്ഷെ നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഒരു നാച്ചുറൽ വണ്ടർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു സാധനമാണ് നീഡിൽസ്. ഓഫ് കോഴ്സ് അത് കുറച്ച് താഴെ പോയാലാണ് കാണുക. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ മാർക്കോണി ആദ്യമായിട്ട് റേഡിയോ വേവ് സെൻഡ് ചെയ്ത ഒരു സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കോണി ആദ്യം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തത് നീഡിൽസ് ടെലിഗ്രാഫ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അത് ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ടെലിഗ്രാം സെൻഡ് ചെയ്തത്. ആലം ബേ എന്ന് പറഞ്ഞ ഒരു ബേ ഉണ്ട്, അവിടെയുള്ള ഒരു ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോട്ടിലേക്കാണ് അയച്ചത്. പിന്നെ മെയിൻലാൻഡ് പോർട്സ്മൗത്തിലേക്കൊക്കെ സെൻഡ് ചെയ്തു. അപ്പോൾ വളരെ റെവല്യൂഷണറി ആയ ഒരു ടെക്നോളജിയുടെ തുടക്കം ഇവിടെയാണ്. ഇവിടെ ഒരു മെമ്മോറിയൽ പോലെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു വ്യൂവിങ് പ്ലാറ്റ്ഫോമാണ്. അവിടെ പിന്നിൽ ദൂരമായിട്ട് കാണാനുണ്ടാവും 2-3 ചോക്ക് ക്ലിഫ്സ് കടലിൽ. അതാണ് ആക്ച്വലി നീഡിൽസ്. അത് ഒറിജിനലി 4 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഭയങ്കര ഒരു സ്റ്റോം വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അതാണ് ആക്ച്വലി നീഡിൽ. അതൊരു സൂചിയുടെ പോലത്തെ ഷേപ്പിലായിരുന്നു ഇത്രേ. അപ്പോൾ അങ്ങനെയാണ് ഈ റോക്സിന് നീഡിൽസിന് പേര് വന്നത്. ആ റോക്ക് പൊളിഞ്ഞു വെച്ചാലും ആ പേര് നിലനിന്നു. അപ്പോൾ അതൊരു നാച്ചുറൽ വണ്ടർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ അട്രാക്ഷനായിട്ട് അത് കാണാനാണ് ആൾക്കാർ ഇവിടെ വരിക. പിന്നെ ഇതിൻ്റെ ഈ കോസ്റ്റലായിട്ട് ആലം ബേ എന്ന് പറഞ്ഞിട്ടൊരു ബേ ഉണ്ട്. അവിടെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ബോട്ടിങ് അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ അവിടെ പോകുന്നുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതേപോലെ ആ കുന്നൻ ചെരുവ് നാഷണൽ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ പണ്ടൊരു ഫോർട്ടും പിന്നെ ഒരു ബാറ്ററിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ വ്യൂ ഒന്ന് ആസ്വദിക്കാം, നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ദൂരെയാണെങ്കിലും നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നീഡിൽസിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റെഡ് കളറിൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് ഹൗസാണ്. അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു ലൈറ്റ് ഹൗസിനെ റീപ്ലേസ് ചെയ്തതാണത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ നീഡിൽസിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു പാത്തുണ്ട്, ആ വഴി കൂടെ ഇങ്ങനെ താഴത്തേക്ക് വന്നു. അവിടെ ബീച്ചുണ്ട്, ഒരു ബേ ഏരിയ ആണ്. നമുക്ക് ആക്ച്വലി മുകളിൽ നിന്ന് വേണമെങ്കിൽ ഈ കേബിൾ കാർ എടുത്ത് വരാം കേട്ടോ. പക്ഷെ ഞങ്ങളത് എടുത്തില്ല. അവിടെ ഒരു ബോട്ടുണ്ട്, നമുക്ക് ബോട്ട് റൈഡ് എടുക്കാം. ആ നീഡിൽസിൻ്റെ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് പോവാം. അപ്പോൾ നോക്കട്ടെ, നമുക്കിനി ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഇതേപ്പോൾ അത് അവിടെ കാണുന്നത് കണ്ടോ, അത് ഇംഗ്ലണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര ദൂരമേ ഉള്ളൂ ഐൽ ഓഫ് വൈറ്റ് നിന്ന്. കണ്ടാൽ എത്ര അടുത്തല്ലേ? എനിക്ക് വേണ്ട ബൗൺമൗത്ത് ആ ഏരിയ ആണ് അതൊക്കെ. അപ്പുറത്തെ ഡോസെറ്റ് നീന്തി കിടക്കാൻ വേണമെങ്കിൽ.
നീഡിൽസിൻ്റെ അവിടേക്ക് ഒരു ബോട്ട് റൈഡ് എടുത്തു. 20 മിനിറ്റ്സ് ബോട്ട് റൈഡാണ്. ഇത് ഒരു സ്ലോ ബോട്ടാണ്. ഒരാൾക്ക് 8 പൗണ്ടാണ് ചാർജ്. 20 മിനിറ്റിൽ അവർ നമ്മളെ ആ നീഡിൽസ് റോക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് റൗണ്ട് അടിച്ച് കൊണ്ടുവരും. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും. അതെന്ന് വിചാരിച്ചാൽ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാർ ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ പിന്നെ സ്പീഡ് ബോട്ട്സും അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്പീഡ് ബോട്ട്സിലും പോവാം. നമ്മൾ ആക്ച്വലി നീഡിൽസിൻ്റെ വളരെ അടുത്തെത്തിയിട്ടോ. ഇത് അപ്രോച്ചബിൾ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടേക്ക് എത്തണമെങ്കിൽ. ആ ലൈറ്റ് ഹൗസ് ആക്ച്വലി ഓട്ടോമേറ്റഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മുമ്പ് 3 ആൾക്കാരുണ്ടായിരുന്നില്ല, ലാൻറ്റേണൊക്കെ ആയിട്ട് ലൈറ്റ് ചെയ്തിരുന്നു. ഓട്ടോമേറ്റഡ് ആയതിനു ശേഷം അവരത് നിർത്തി. എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് ആ ലൈറ്റ് ഹൗസ് ആക്സസ് ചെയ്യണമെങ്കിൽ മുകളിലൊരു ഹെലിപാഡ് ഉണ്ട്, അതുവഴിയാണ് ആൾക്കാർ ഇറങ്ങുക. ബോട്ടിലല്ലാതെ വേറെ വരാൻ പറ്റില്ല അതിൻ്റെ അടുത്തേക്ക്. ബോട്ട് റൈഡൊക്കെ ചെയ്ത് തിരിച്ചെത്തി. 20 മിനിറ്റ്സ് കുഴപ്പമില്ല, നൈസ് എക്സ്പീരിയൻസ്. അവർ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കാണുക എന്നുള്ളത് പറഞ്ഞു തന്നു. പിന്നെ നീഡിൽസിൻ്റെ കഥകൾ പറഞ്ഞു തന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ ലൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു എൻജോയബിൾ ഷോർട്ട് ട്രിപ്പ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറാം. കയറ്റാണ്, ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ആലംബയിൽ നിന്ന് സ്റ്റെപ്സ് കയറി മുകളിലെത്തിയിട്ട് നമ്മൾ കഫേയിൽ നിന്ന് ലഞ്ച് കഴിച്ചു. ഇനി നമുക്ക് ഓൾഡ് ബാറ്ററിയും ന്യൂ ബാറ്ററിയും പിന്നെ പഴയ ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാണാൻ പോകണം. അപ്പോൾ ആക്ച്വലി അവിടേക്ക് നടക്കാം കേട്ടോ, 2 മൈൽ ഏകദേശം ഉണ്ട് നടക്കാൻ. നമ്മൾ പക്ഷേ ബസ് എടുത്തു. അപ്പോൾ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നടക്കാമെന്നാണ് പ്ലാൻ. കാരണം തിരിച്ച് വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ നടക്കാൻ. നല്ല വ്യൂസാണ്, അത് കേട്ടു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ബസ് എന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ ഓപ്പൺ റൂഫ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് കയറി ഈ നീഡിൽസിൻ്റെ ക്ലിഫിൻ്റെ അല്ലെങ്കിൽ ആ കുന്നിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്കതാ ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഇതാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ. ഇതിൻ്റെ നമുക്ക് നല്ല ഭംഗിയിൽ 3 ആ ചെറിയ ഇതും കാണാം, പാറകൾ കാണാം. അതിൻ്റെ അപ്പുറത്ത് ലൈറ്റ് ഹൗസും കാണാം. ബെസ്റ്റ് വ്യൂ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരാറ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ന്യൂ ബാറ്ററി എന്നാണ് പറയുക. ബാറ്ററി എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ഇതിൽ ഫോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു ഫോർട്ടായിരുന്നു ഒരു വിക്ടോറിയൻ കാലത്ത്, 1800-1900 ആ കാലത്ത്. പിന്നെ കോൾഡ് വാർ സമയത്ത് 1950s, 1960s, 1970s ഇവിടെ റോക്കറ്റ് ടെസ്റ്റിംഗ് സൈറ്റായിരുന്നു UK-യുടെ, ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ ഇവിടെ അന്ന് ആ കാലത്തൊന്നും ഇവിടെ ആൾക്കാർക്ക് വരാനൊന്നും പാടില്ല. ഇതിനെ അവർ യൂസ് ചെയ്തിരുന്ന ഈ ഒരു ക്ലിഫ് അവർ യൂസ് ചെയ്തിരുന്ന റോക്കറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ന്യൂ ബാറ്ററി അടച്ചിരിക്കുകയാണ്. ഇതെനിക്ക് അതുകൊണ്ട് സാറ്റർഡേസ് മാത്രമേ തുറക്കുള്ളൂ. ഞങ്ങൾ വന്നത് ഒരു സൺഡേ ആണ്. അപ്പോൾ അകത്തേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഏതാ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം ഓരോ സാധനങ്ങളൊക്കെ. അകത്ത് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലായത്. ബാഡ് ലക്ക്. അപ്പോൾ ബ്രിട്ടൻ്റെ ശ്രീഹരിക്കോട്ടയാണത്. നമ്മുടെ പിന്നിൽ കാണുന്നതാണ് ഓൾഡ് ബാറ്ററി. ഇത് ആക്ച്വലി വിക്ടോറിയൻ കാലഘട്ടത്തിൽ നെപ്പോളിയൻ മൂന്നാമനുമായിട്ട് ഫ്രാൻസിലായിരുന്ന കാലത്ത് അവരുമായിട്ട് യുദ്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അതിന് മുന്നൊരുക്കം പോലെ ഒരു ഫോർട്ട് ഉണ്ടാക്കി. ആ ഫോർട്ടിൻ്റെ ഭാഗമാണ് ഈ ഓൾഡ് ബാറ്ററി. പക്ഷേ ആ യുദ്ധം ഉണ്ടായില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗശൂന്യമായി.
പക്ഷേ ലോകമഹായുദ്ധങ്ങളുടെ കാലത്ത് ഇത് വളരെയധികം ഉപയോഗപ്പെട്ടു. ഡിഫൻസ് പോയിന്റ് ഓഫ് വ്യൂന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ആക്ച്വലി ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയതായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നിറച്ച് ടണൽസ് ഉണ്ട്, അതേമാതിരി പീരങ്കികൾ അത് വെക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ബോട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ചോക്ക് റോക്സാണിത്, അല്ലെങ്കിൽ ചോക്കിൻ്റെ മലകൾ. അത് തുരന്ന് ഈ പീരങ്കികളൊക്കെ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ ഓട്ടകൾ ഉണ്ടാക്കി, കൊത്തളങ്ങൾ എന്നതുകൊണ്ട് മലയാളത്തിൽ പറയാം, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സന്നാഹങ്ങളും ഉണ്ടായിരുന്ന ഒരു കോട്ടയാണത്. അപ്പോൾ ഈ നീഡൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകിച്ചും വെതർ കണ്ടീഷൻസ് ഭയങ്കര ഹാർഷാണ്. കാരണം ഇവിടെ എപ്പോഴും ഫോഗ് ഉണ്ടാവും, ഇത്രേ മിസ്റ്റ്. അപ്പോൾ ഫോഗ് ഉണ്ടാകുമ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇപ്പം നോക്കിയാൽ കാണാം നീഡിൽസ്, അതുപോലും കാണില്ല, അത്രയും ഹേസി ആവും. പിന്നെ കാറ്റുണ്ട്, എപ്പോഴും ഭയങ്കര കാറ്റാണ്. 2 മാസം മുമ്പ് ഇവിടെ ഒരു ഭയങ്കര കാറ്റുണ്ടായി. ആ കാറ്റിൻ്റെ സമയത്ത്, കൊടുങ്കാറ്റെന്ന് തന്നെ പറയാം, ആ കാറ്റിൻ്റെ സമയത്ത് ഇവിടെ 122 മൈൽ പെർ അവർ സ്ട്രെങ്ത്തിലാണ് കാറ്റടിച്ചത്. അത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ശക്തിയേറിയ കാറ്റാണ് റെക്കോർഡ്സ് പ്രകാരം. അപ്പോൾ അത്രയും എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൾഡ് ബാറ്ററി കണ്ടു കഴിഞ്ഞു. എല്ലാ ഏരിയസിലും പോയി എല്ലാം കണ്ടു. കുറേ എക്സിബിഷൻസ് ഉണ്ട്, മ്യൂസിയം പോലെ ഉണ്ട്. ആദ്യത്തെ ഇതിൻ്റെ എന്തായിരുന്നു യൂസ്, അത് കഴിഞ്ഞ് വേൾഡ് വാറിൽ എന്തായിരുന്നു ഇതിൻ്റെ യൂസ്, എന്തായിരുന്നു അവരുടെ ജീവിതം ഇവിടെ. സാധാരണ ഒരു ഫോർട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാറ്ററിയിൽ പോകുമ്പോൾ കാണുന്ന സാധനങ്ങൾ. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ഡ്രമാറ്റിക് ലാൻഡ്സ്കേപ്പാണ്. ഒരു എഡ്ജിൽ നിൽക്കുമ്പോൾ ഒരു 3 ഭാഗത്ത് കടല്, അപ്പുറത്ത് ഇംഗ്ലണ്ട് കാണാം, ഭയങ്കര നല്ല കാറ്റ്, ആ നീഡിൽസിൻ്റെ ഒരു ഇത്. സോ ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് പ്ലേസ്. ഒരു 1-2 മണിക്കൂർ തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാൻ നമുക്കിവിടെ പറ്റും. ഇനി നമുക്കതാ തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വീണ്ടും അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്ര തുടങ്ങണം. അപ്പം അങ്ങനെ ഞങ്ങളുടെ 3-ാം ദിവസം ഐൽ ഓഫ് വൈറ്റിൽ ഇവിടെ തീരുകയാണ്. ഞങ്ങളിന്ന് നീഡിൽസിലാണ് ഇവിടെ വന്നത്. അടിപൊളി ട്രിപ്പായി. അവിടുത്തെ ആ ഒരു തീം പാർക്ക്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആലം ബേയിൽ പോയി, അവിടുന്ന് ഒരു ബോട്ട് റൈഡ് ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഓൾഡ് ബാറ്ററി, ന്യൂ ബാറ്ററി, അടിപൊളി വ്യൂസ്, നല്ല ഭംഗിയിൽ നടന്നു വന്നു, എൻജോയ് ചെയ്തു. 1 ഡേക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐൽ ഓഫ് വൈറ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട റെക്കമെൻഡേഷനാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അതെ, തീർച്ചയായിട്ടും നന്നായി എൻജോയ് ചെയ്തു. നല്ല റിലാക്സിങ്ങും ആയിരുന്നു. കാരണം എല്ലായിടത്തും നല്ലോണം സമയമെടുത്ത് ആസ്വദിച്ച് കണ്ടാണ് ഇന്നത്തെ ദിവസം ചിലവാക്കിയത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐൽ ഓഫ് വൈറ്റ് കാഴ്ചകൾ കഴിയണില്ല. കൂടുതൽ വിശേഷങ്ങളായി അടുത്ത തവണ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.